നമസ്കാരം. അപ്പോൾ ഇന്ന് കർക്കിടക മാസത്തിലെ തിരുവോണ നാളാണ്. നമ്മൾ പിള്ളേരോണമായിട്ടൊക്കെ ആഘോഷിക്കാറുള്ള ദിവസമാണിന്ന്. അപ്പോൾ ഈ നല്ലൊരു ദിവസത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സദ്യ ഒരുക്കിയും പൂക്കളം ഇട്ടൊന്നും ആഘോഷിക്കാറില്ല. എങ്കിലും ചെറിയ രീതിയിൽ മധുരപലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചെറിയൊരു പായസം വയ്ക്കുകയോ അല്ലെങ്കിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് ചെറിയൊരു പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവച്ചിരുന്ന ഞവരേരി ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വേവുള്ള അരിയാണ് ഞവരേരിക്ക്. സാധാരണ അരിയെക്കഴിഞ്ഞും വേവുണ്ട്. അപ്പോൾ ഇച്ചിരി അധിക നേരം വേകാനായിട്ട് വെക്കണം. നമ്മൾ സാധാരണ ഓണം വിഷു ഒക്കെ വരുമ്പോഴത്തേക്കും പാൽപായസം, പാലട പ്രഥമൻ അല്ലെങ്കിൽ സേമിയ പായസമാണ് വെക്കാറുള്ളത്. ഞവരരി കൊണ്ട് ഇത് ആദ്യമായിട്ടാണ് പായസം വെക്കുന്നത്. അത് അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ചിട്ട് അതിന്റെ പാകത്തിന് പാല് വറ്റി കഴിയുമ്പോഴത്തേക്കുമാണ് മധുരം ചേർത്ത് കൊടുക്കുന്നത്. മധുരം ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരി വേഗത്തില്ല. അപ്പൊ പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണ് ഇടുന്നത്. ശകലം ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാമേ. അപ്പൊ പായസം റെഡിയായി. വാങ്ങി വെച്ച ശേഷം നമുക്കതിലേക്ക് കപ്പലണ്ടിയും മുന്തിരിയൊക്കെ കൂടെ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് വറുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വറുത്ത് വെച്ച കപ്പലണ്ടി എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഞവരരി കൊണ്ടുള്ള പായസം എന്താ റെഡിയായേ. ഇന്നത്തെ കാലത്ത് കാപ്പിക്കായിട്ട് നമ്മൾ ഇന്ന് ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് നല്ല മയം കിട്ടാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്ത ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ല രീതിയിൽ എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഒരു അല്പസമയം കഴിഞ്ഞ് ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് ദോശയ്ക്ക് നല്ല മയമായിരിക്കും. പിന്നെ നമ്മൾ ഇന്ന് അതിന് കറി വെക്കുന്നത് ക്യാരറ്റാണ് കറി വെക്കുന്നത്. അപ്പോൾ ക്യാരറ്റ്, ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് സവാള അരിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ചാണ് ഇടുന്നത്. നമുക്ക് കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. 2-3 വിസിലടിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ പാകത്തിന് വെള്ളം ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ ഇടുന്നത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കടുക് വറുത്ത് കഴിയുമ്പോഴത്തേക്കും ക്യാരറ്റ് കറി റെഡിയായി. പിന്നെ നമ്മളിതാ വേഗം ദോശ ഉണ്ടാക്കും.